ഹേ ഓൾ, അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ദ ഫെൽമെൽ എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മൾ പോയിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈം തന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളൊരു 2:15 ആയപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ റൂമിലൊക്കെ കയറി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഒന്ന് ഫ്രഷായി ഇറങ്ങിയിട്ടുണ്ട് റിസോർട്ട് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റിസോർട്ട് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഗ്ലാസ് ബ്രിഡ്ജാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഡയറക്റ്റ്ലി ഗ്ലാസ് ബ്രിഡ്ജ് കാണാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കാണുന്ന കെട്ടിടം ഏതോ ഒരു യൂട്യൂബറിൻ്റെ കെട്ടിടമാണ്. അത് പണി കഴിഞ്ഞിട്ടില്ല, പണി നടക്കുന്നതേ ഉള്ളൂ. കാണുന്നതാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ള റിസോർട്ട്. അവിടെ താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും. നമ്മൾ നേരെ താഴോട്ടാണ് പോയിട്ടുള്ളത്. അവിടെ ഫോട്ടോ എടുക്കാനുള്ള സ്പേസും അതേപോലെ തന്നെ കുറച്ച് പിള്ളേർക്കായിട്ടൊരു ചെറിയൊരു പാർക്കിംഗ് ഏരിയയും പിന്നെ വലിയവർക്ക് കളിക്കാൻ പറ്റിയ ഗെയിമിംഗ് ഏരിയയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. താഴേക്ക് എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് വന്നിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂൾ മുകളിലത്തെ ഏരിയയിലാണ് വരുന്നത്. അങ്ങനെ കുറച്ച് ടൈം അവിടെയും ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് നേരെ നമ്മൾ ഫ്രഷ് ആവാൻ പോയി. ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള റിസോർട്ട്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റൂം. ബാൽക്കണിയും എല്ലാം ഉള്ള റൂമാണ്. വൈകുന്നേരം ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അടുത്ത റൂമിലോട്ട് പോയിട്ടുണ്ട്. അവിടെ കുറച്ച് ടൈം 4 പേരും കൂടി കാര്യമൊക്കെ പറഞ്ഞിരുന്നായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഹാളിലോട്ട് പോയിട്ടുണ്ട്. അവിടെ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സും അതേപോലെ കുറച്ച് ജ്യൂസും ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ഈവനിങ് സ്നാക്സും അതേപോലെ ടീയും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞവിടെ ഇരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഗെയിമിംഗ് സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. കുറച്ച് സമയം അവിടെ ഗെയിമൊക്കെ കളിച്ച് സ്പെൻഡ് ചെയ്തിരുന്നായിരുന്നു. അവിടെ ക്യാരംസും മറ്റ് പല ആക്ടിവിറ്റീസുകളും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ നൈറ്റുള്ള ഫുഡും അവർ തന്നെ കൊണ്ട് തന്നായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഓർഡർ കൊടുത്താൽ മതി, അവർ കൊണ്ടുതരും. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ തന്നെ ഓർഡർ കൊടുത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പാർട്ട് 3 അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.